ഓണവും കഴിഞ്ഞ് പനിയും പിടിച്ച് ഇപ്പോഴും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഒരാഴ്ചയായിട്ട് വീഡിയോസൊന്നും ഇടാനും പറ്റിയില്ല. അപ്പോൾ ഇത് ഓണത്തിന് മുമ്പ് തയ്യാറാക്കിയൊരു വീഡിയോ ഉണ്ടോ, ഒരു ചെറിയൊരു ഓർഡർ പോലെ വന്നിട്ട് ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടിക്കറിയുടെ വീഡിയോ ഞാൻ ഓണത്തിനൊക്കെ കുറേ ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിനോടൊപ്പം ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പീസാണ് കേട്ടോ. ഇപ്പോഴും സ്വരമൊന്നും ശരിയായിട്ടില്ല. പോർക്ക് ഫ്രൈയും പെപ്പർ പോർക്ക് ഫ്രൈയും പിന്നെ ഒരു ചിക്കൻ റോസ്റ്റല്ല, ഫ്രൈ അല്ലാത്തൊരു രീതിയിൽ, പിന്നെ ബോട്ടിക്കറി, അത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബോട്ടിക്കറിയുടെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലായിടത്തും പനി സീസണാണല്ലേ. അപ്പോൾ ഇവിടെയും കിട്ടിയായിരുന്നു നല്ലൊരു എല്ലാവർക്കും തന്നെ പനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നാണൊന്ന് വീഡിയോ ഒന്ന് വോയിസ് ഓവർ കൊടുത്തെടുത്തത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 കിലോൻ്റെ ചിക്കൻ എടുത്തിട്ട് ഒരു 2 ബൾബ് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുരുമുളക്, പെരിഞ്ചീരകം, ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ഒട്ടും കൂടുതൽ ചേർക്കണ്ട. പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർത്തേക്കണത് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചൊറുക്ക, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ. അതായത് നമ്മൾ ഏത് ഓയിലാണോ വറക്കണത് ആ ഓയിൽ തന്നെ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളറ് ചേർക്കുക. പിന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറഞ്ഞവർക്ക് ഒട്ടും എരിവ് മസാലകളൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അധികം മസാല എരിവോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചാണ് ഞാൻ ചെയ്തേക്കണേ. എല്ലാത്തിൻ്റെ അളവ് കൂട്ടി എടുക്കുക. നല്ല എരിവൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർക്കുക കേട്ടോ. ഏറ്റവും അവസാനം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഒരു പിടിയോളം നമ്മുടെ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടി ചേർത്ത് വറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ കളറൊക്കെ ചേർത്ത് വറുത്താൽ അതിനുള്ള ഭംഗിയും കൂടി ഉണ്ടാവും. അപ്പം ഞാൻ രാവിലെ വൈകുന്നേരത്തേക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനിത് പുരട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വറുത്തെടുക്കാൻ തുടങ്ങി. അപ്പോൾ കറിവേപ്പില കുറച്ച് ഇട്ടിട്ട് വറുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം ഇടാൻ മറന്നുപോയി. അപ്പോൾ അത് രണ്ടാമത് ഞാൻ വേപ്പില ഇട്ടിട്ടാണ് ബാക്കി കഷ്ണങ്ങളൊക്കെ പെറുക്കി വെച്ചത്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് ഞാൻ പോർക്കിറച്ചി 1.5 കിലോ പോർക്കിറച്ചി കുക്കറിൽ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങാക്കൊത്ത്, പിന്നെ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ, ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും നല്ലപോലെ ചേർത്താണ് കുക്കറിൽ വെള്ളം വറ്റിച്ചതിന് ശേഷം 2-3 വിസിൽ കൊടുത്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വെള്ളത്തോടു കൂടിയല്ല, ആദ്യം തുറന്നിട്ട് തന്നെ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേവിനനുസരിച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ആ വെള്ളത്തോടു കൂടി അങ്ങനെ റെഡിയാക്കി എടുത്താൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഉരുളിയിൽ വറ്റിച്ചെടുക്കുക ഇതുപോലെ തന്നെ, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം വളരെ കുറച്ച് മാത്രം മസാലകൾ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ 2 സവാള അതിലേക്ക് ഉരുളിയിലേക്ക് ഇട്ട് കറിവേപ്പിലിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇത് വറവാവണതിനനുസരിച്ച് വറുത്ത് മാറ്റണമെന്ന് കേട്ടോ. അപ്പോൾ ഒരേ സമയം തന്നെ 2 പണി കഴിയുമല്ലോ. അപ്പോൾ പോർക്കിറച്ചിയും ഞാൻ നേരത്തെ തന്നെ വേവിച്ച് സെറ്റാക്കി ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പണിയും കൂടി ഒരു ദിവസം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരരുതല്ലോ. അതുകൊണ്ട് അപ്പോൾ ഉരുളിയിൽ സവാള ഫ്രൈ ആവാനിട്ടിട്ട് ഇത് ഫ്രൈ ആവണതിനനുസരിച്ച് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുള്ളവർ കുരുമുളകും പിന്നെ പച്ചമുളക് അരയ്ക്കണ കൂട്ടത്തിലേ പച്ചമുളകും എരിവുള്ള മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് ചെറിയൊരു എരിവ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിലേക്കാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ എരിവ് ചേർത്തുണ്ടാക്കും. ഈ കഴിക്കണവരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾ മസാലകൾ ചേർക്കേണ്ടത്. അപ്പോൾ അത് വറവ് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. ഭയങ്കര ആഘോഷമല്ല, എന്നാലും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുകൂടി ആഘോഷിക്കുമ്പോഴാണല്ലോ അതൊരു ആഘോഷമാവണത്. അല്ലാതെ കുറേ ആർഭാടങ്ങളുടെ കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് വറുത്ത് മാറ്റിയിട്ട് വേഗം തന്നെ അടുത്ത ട്രിപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഇത് പതുക്കെ വറുത്തെടുക്കുമ്പോൾ അത്യാവശ്യം സമയമാവുമല്ലോ നമുക്ക്. ആ നേരം കൊണ്ട് നമ്മുടെ സവാള വഴറ്റാനിട്ടത് ഒരുവിധം വഴന്നിട്ടുണ്ട്. നല്ലപോലെ വഴന്നു വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്തപ്പോഴും ഞാൻ വളരെ കുറച്ച് മാത്രം പൊടികളാണ് ചേർത്തത് കേട്ടോ. ഇത് കുഞ്ഞു സ്പൂണാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ വേവിച്ച് വെച്ചേക്കണ
പോർക്കിറച്ചിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ആദ്യം നല്ല തീയിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന്, അപ്പോഴാണ് നെയ്യൊക്കെ ഒന്ന് ഉരുകി വേഗം ഇതാവുള്ളൂ. എന്നിട്ട് ഒരുവിധം ഫ്രൈ ആയതിന് ശേഷം ചെറിയ തീയിലിട്ട് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് ചതച്ച കുരുമുളക് നമ്മൾ ഇടികല്ലിലിട്ട് ചതച്ചിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ നെയ്യൊക്കെ നല്ലപോലെ ഉരുകി വന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, കാരണം അടിക്ക് പിടിക്കും അല്ലെങ്കിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ കളറ് ചിലർക്ക് കളറും ഇതൊക്കെ, ഇവിടെ ഇച്ചിരി കളറൊക്കെ വേണം. അപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റുമ്പോൾ നല്ല കളർ കിട്ടും. എന്തായാലും ഞാനിങ്ങനെയാണ് തയ്യാറാക്കിയത് കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ഇവിടെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. ഇവിടെ ഒരാളെ കഴിക്കുള്ളൂ, അപ്പോൾ അതിനുള്ളത് മാത്രം മതിയല്ലോ. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചതച്ച കുരുമുളക് കുറച്ച് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. അടച്ചു വയ്ക്കുക. ആ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ ആവണത് 1-2 ട്രിപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കണം. പിന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ. ഒരുപാട് വീഡിയോസ് പുതിയ ഇതുള്ള റെസിപ്പീസൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ സാധാരണ ചെയ്യണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വറവ് കഴിഞ്ഞ് വീണ്ടും വറക്കാനുള്ളത് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ വേഗം തന്നെ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ ചെയ്തത് വെളിച്ചെണ്ണയിലാണ്. ഒരിത്തിരി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വറുത്ത് തീരണ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു മസാലയും കൂടി തയ്യാറാക്കിയെടുത്താൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില, അതെല്ലാം വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒരു 5-6 വറ്റൽമുളക് മുഴുവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തില്ല. കാണാനൊരു നല്ല ലുക്കായിരിക്കും. അപ്പോൾ 2-3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷേ അതിനേലും ടേസ്റ്റ് ചിക്കൻ എനിക്ക് തോന്നിയേക്കണത് ഇങ്ങനെ നട്ട്സ് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അതൊന്നങ്ങോട്ട് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ മസാല അരച്ച മിക്സിയുടെ ജാറ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മസാലകൾ അതിലുണ്ടാവുമല്ലോ, മുഴുവനായിട്ട് നമ്മൾ വടിച്ചെടുക്കുമ്പോൾ പോരുമില്ലല്ലോ. അപ്പോൾ അത് ഇത്തിരി വെള്ളം ഒഴിച്ച് കുലുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി മസാലപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇത്തിരി സോസ്, 2 ടേബിൾ സ്പൂണോളം സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം എല്ലാം മാറണം, കാരണം മുളക് പൊടി ഇട്ടതിൻ്റെ പുറകെ നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കണ ചിക്കൻ കുറേശ്ശെ, അതായത് 2 ട്രിപ്പായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. മൊത്തത്തെ പാടിയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ഒന്നാമത് പാത്രം ഒത്തിരി ചെറുതും കൂടി ആയിരുന്നു, കാരണം ശരിയായി കിട്ടൂല എന്ന് ഓർത്തിട്ട് ഒരു പ്രാവശ്യം കുറച്ചിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കിയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്തായാലും കൊണ്ടുപോയവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഒട്ടും ഒരുപാട് മസാലകളൊന്നും ചേരാണ്ട് അതിൻ്റെ തന്നെ രുചി, ചിക്കൻ്റെ ആയാലും പോർക്കിൻ്റെ ആയാലും ആ രുചി തന്നെ നമുക്ക് കിട്ടും. പിന്നെ മസാലകൾ അധികം ചേരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കയറി വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്ക്, നല്ലതായിരുന്നു. ഞാനും ഈ ചിക്കൻ റോസ്റ്റ് ഇത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു. ഒരുപാട് മസാലകളോ പുളിയോ ഉപ്പോ അങ്ങനെ ഒന്നുമില്ലാണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി, ഇപ്പോഴും ഒന്നും ഓക്കെ ആയിട്ടില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്നവർക്ക് അറിയാൻ പറ്റും, കുറച്ച് ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഒരു പ്രയാസം പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഒന്ന് വോയിസ് ഓവർ കൊടുത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പച്ചക്കറിയൊക്കെ കഴിച്ച് ഓണം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫുഡൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത്തിരി നോൺ വെജൊക്കെ കഴിക്കാൻ താല്പര്യമായിരിക്കും. ഏതായാലും നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അന്നത്തെ പൊട്ടിക്കറിയാണ് ഇത്, അതും കൂടി ഒന്ന് ഇട്ടുന്നു.